അരനൂറ്റാണ്ടിന് ശേഷം ചന്ദ്രന്റെ അങ്ങേപ്പുറവും കണ്ട് മനുഷ്യൻ ഭൂമിയിലേക്ക് വിജയകരമായി തിരിച്ചെത്തിയിരിക്കുന്നു. നാസയുടെ ആർടെമിസ് 2 ദൗത്യസംഘം സഞ്ചരിച്ച ഒറയോൺ പേടകം ഇന്ത്യൻ സമയം ഇന്ന് പുലർച്ചെ 5:37 സാന്റിയാഗോ തീരത്തിന് സമീപം പസഫിക് സമുദ്രത്തിൽ പതിച്ചു. പുലർച്ചെ 5:07 ഭൗമാന്തരീക്ഷത്തിൽ പ്രവേശിച്ച പേടകം കൃത്യം 30ാമത്തെ മിനിറ്റിൽ പാരച്യൂട്ടുകളുടെ സഹായത്തോടെ സമുദ്ര ഉപരിതലത്തിൽ ലാൻഡ് ചെയ്യുകയായിരുന്നു. ഭൂമിയിൽ നിന്ന് ഒരിക്കലും നേരിട്ട് കാണാൻ കഴിയാത്ത ചന്ദ്രന്റെ അജ്ഞാത വസ്തു കൂടി ഒറയോൺ പേടകം കടന്നുപോയപ്പോൾ ലോകം ആകാംക്ഷയിലായിരുന്നു. 40 മിനിറ്റോളം ഭൂമിയിലെ കൺട്രോൾ സെന്ററുമായുള്ള ബന്ധങ്ങൾ കട്ടായെങ്കിലും ചന്ദ്രനെ ചുറ്റി പേടകം വിജയകരമായി തന്നെ പുറത്തു വന്നു. 1972 അപ്പോളോ 11 ശേഷം ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് മനുഷ്യനെ വഹിച്ചുകൊണ്ടുപോയ ആദ്യ ദൗത്യമാണത്. 2022 നടന്ന ആളില്ലാ ദൗത്യമായ ആർടെമിസ് 1 വിജയത്തിന് പിന്നാലെയാണ് 4 അംഗങ്ങൾ അടങ്ങുന്ന ആർടെമിസ് 2 സംഘം ചന്ദ്രനെ വലം വെച്ച് മടങ്ങിയത്. ചൈനയ്ക്ക് മുൻപേ ചന്ദ്രനിൽ വീണ്ടും മനുഷ്യനെ ഇറക്കുക എന്ന ലക്ഷ്യത്തോടെ നീങ്ങുന്ന അമേരിക്ക തങ്ങളുടെ 4ാം ദൗത്യത്തിലാകും ചന്ദ്രനിൽ വീണ്ടും മനുഷ്യനെ ഇറക്കുന്നത്. ഭാവിയിൽ ചന്ദ്രനിൽ മനുഷ്യർ താമസം തുടങ്ങുമ്പോൾ ഉണ്ടാകാനിടയുള്ള അപകട സാധ്യതകളെക്കുറിച്ച് പഠിക്കാൻ ഈ നിരീക്ഷണങ്ങൾ ഏറെ സഹായിക്കും. ഏകദേശം 4000 മൈൽ ഉയരത്തിൽ നിന്ന് പകർത്തിയ ചന്ദ്രന്റെ മറുപുറത്തിന്റെ ദൃശ്യങ്ങൾ ഇതുവരെ ലഭിച്ചതിൽ വെച്ച് ഏറ്റവും വ്യക്തത ഉള്ളതുമാണ്. ഈ ദൗത്യം വെറുമൊരു പരീക്ഷണ പറക്കലല്ല, മറിച്ച് ചന്ദ്രനിൽ സ്ഥിരമായ മനുഷ്യ സാന്നിധ്യം ഉറപ്പിക്കാനുള്ള നാസയുടെ ഒരു ഉറച്ച ചുവടുവയ്പ്പാണ്. ചൊവ്വയിലേക്കുള്ള മനുഷ്യന്റെ ഭാവി യാത്രകൾക്കും വഴിതുറന്നിരിക്കുകയാണ് ഈ ദൗത്യം. ആർടെമിസ് 2 എന്നത് കേവലം ഒരു ചന്ദ്രയാത്രയല്ല, മറിച്ച് അസാധ്യമായതിനെ കീഴടക്കാനുള്ള മനുഷ്യന്റെ ഇച്ഛാശക്തിയുടെ വിജയമാണ്. ചന്ദ്രനിൽ കാലുകുത്താൻ ഒരുങ്ങുന്ന അടുത്ത ദൗത്യത്തിനായി ലോകം ഇപ്പോൾ കാത്തിരിക്കുന്നത് തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ്. 1960 തുടക്കത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡി നാസയിലെ ശാസ്ത്രജ്ഞരോട് മനുഷ്യൻ ചന്ദ്രനെ കീഴടക്കണം എന്ന ആഗ്രഹം പറയുന്നത്. അന്നു മുതൽ അതിനുള്ള ശ്രമം തുടങ്ങി. 10 വർഷം തികയുന്നതിന് മുമ്പ് 1969 ആംസ്ട്രോങ്ങിലൂടെ അവർ ലക്ഷ്യത്തിലെത്തുകയും ചെയ്തു. 69 ജൂലൈ 16 സമയം രാവിലെ 9:32 കെന്നഡി സ്പേസ് സെന്ററിൽ അപ്പോളോ 11 കൗണ്ട് ഡൗൺ തുടങ്ങി. ആദ്യമായി മനുഷ്യൻ ചന്ദ്രനിലേക്ക് പോകുന്നു. അപ്പോളോ വഹിച്ചുകൊണ്ട് നാസയുടെ സാറ്റൻ 5 റോക്കറ്റ് കുതിച്ചുയർന്നു. എഡ്വിൻ ആൽഡ്രിൻ, നീൽ ആംസ്ട്രോങ്, മൈക്കൽ കോളിൻസ് എന്നിവരാണ് അതിലെ യാത്രികർ. ജൂലൈ 20 രാത്രി 10:56 നീൽ ആംസ്ട്രോങ് ചന്ദ്രനിലേക്ക് കാൽവെച്ചു. മനുഷ്യനെ ഒരു ചെറിയ കാൽവെപ്പ് മനുഷ്യരാശിക്ക് വലിയൊരു കുതിച്ചുചാട്ടം എന്നാണ് അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ആംസ്ട്രോങ് ചന്ദ്രനിലെ മണ്ണ് ശേഖരിച്ചു. 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആൽഡ്രിനും ചന്ദ്രന്റെ ഉപരിതലത്തിലിറങ്ങി. ഒരു സ്മാരകശിലയും ലോക നേതാക്കൾ ഒപ്പിട്ട സ്മരണയും സ്ഥാപിച്ച ശേഷം ജൂലൈ 21 പുലർച്ചെ ആൽഡ്രിനും ആംസ്ട്രോങ്ങും തിരിച്ച് മോഡ്യൂളിലെത്തി. പിന്നീട് ചന്ദ്രനിൽ നിന്ന് ശേഖരിച്ച വസ്തുക്കൾ കമാൻഡ് മോഡ്യൂളിലേക്ക് മാറ്റി. ജൂലൈ 22 അപ്പോളോ അതിവേഗത്തിൽ ഭൂമിയിലേക്ക് യാത്ര തുടങ്ങി. ജൂലൈ 24 പസഫിക് സമുദ്രത്തിൽ തിരിച്ചിറങ്ങുന്നു. അവരെ സ്വീകരിക്കാൻ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ ഉൾപ്പെടെയുള്ള ആളുകളും എത്തിയിരുന്നു. എത്ര തയ്യാറെടുപ്പുകൾ ഉണ്ടായാലും അപകടം സംഭവിച്ചേക്കാം എന്ന് നാസയിലെ ഉദ്യോഗസ്ഥർക്ക് അറിയാമായിരുന്നു. അങ്ങനെ അത്യന്തം സങ്കടത്തോടെയാണെങ്കിലും അപ്പോളോ 11 എന്തെങ്കിലും സംഭവിച്ചാൽ പറയാനുള്ള പ്രസംഗം വരെ പ്രസിഡന്റ് നിക്സൺ തയ്യാറാക്കി വെച്ചിരുന്നു. വിജയിച്ചാൽ പറയാനുള്ളത് വേറെയും ഉണ്ടായിരുന്നു. എന്നാൽ മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയത് വെറും കെട്ടുകഥ ആയിരുന്നുവെന്നും ചന്ദ്രനിലെ ചിത്രങ്ങളെന്ന് പറഞ്ഞ് പുറത്തുവിട്ടത് നെവാദ മരുഭൂമിയിൽ വെച്ചെടുത്തവ ആണെന്നും സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായി. ആരോപണമെല്ലാം തള്ളി കൃത്യമായ ഉത്തരങ്ങളും ചന്ദ്രശിലകൾ അടക്കമുള്ള തെളിവുകളും നാസ പുറത്തുവിടുകയും ചെയ്തു. എന്തൊക്കെ എതിർവാദങ്ങളുണ്ടെങ്കിലും ചന്ദ്രനിൽ പോയി എന്നതിന് അമേരിക്കയ്ക്ക് ധൈര്യമായി അവകാശപ്പെടാം. കാരണം നിതാന്ത വൈരികളായ സോവിയറ്റ് യൂണിയൻ അമേരിക്ക ചന്ദ്രനിൽ ആളെ ഇറക്കിയത് അംഗീകരിച്ചിട്ടുണ്ട്. സ്പേസിൽ ആദ്യമായി പോയത് സോവിയറ്റ് യൂണിയന്റെ യൂറി ഗഗാറിൻ ആയിരുന്നു. ആദ്യമായി സ്പേസിൽ പോയ വനിത അവരുടെ തന്നെ വാലന്റീന തെരഷ്കോവ ആയിരുന്നു. അതും പോരാഞ്ഞ് ആദ്യമായി ഭൂമിയിൽ നിന്ന് ശൂന്യാകാശത്തേക്ക് എത്തിയ ജീവിയാണ് ലൈക്ക എന്ന നായ. 1957 നവംബർ 3 ലൈക്കയെ സോവിയറ്റ് യൂണിയൻ ബാഹ്യാകാശത്തിൽ എത്തിക്കുന്നത്. സ്പുട്നിക് 2 ആയിരുന്നു ആ പേടകം. അതുകൊണ്ട് ചന്ദ്രനിലേക്കുള്ള അമേരിക്കയുടെ യാത്ര കൃത്യമായി ട്രാക്ക് ചെയ്തിരുന്ന ആളുകളാണ് സോവിയറ്റ് യൂണിയൻ. ശീതയുദ്ധകാലത്തെ ആ മത്സരത്തിൽ അമേരിക്കയ്ക്ക് മുന്നിൽ എന്തെങ്കിലും ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ സോവിയറ്റ് യൂണിയൻ തോൽക്കില്ലായിരുന്നു. കള്ളത്തരം അവർ അന്നേ തന്നെ പൊളിച്ചടുക്കിയേനെ. കൂടാതെ അമേരിക്കൻ യാത്രികർ ചന്ദ്രനിൽ നിന്നും കൊണ്ടുവന്ന 800 പൗണ്ടുള്ള പാറക്കഷ്ണങ്ങളും ആ ദൗത്യത്തെ ശരിവെക്കുകയാണ്.